നമ്മുടെ ഈ തലമുറ പോയി കഴിയുമ്പോൾ സാറിനെ കണ്ടിട്ടില്ലാത്തവർ മാത്രമാകുന്ന ഒരു തലമുറ വരുമ്പോഴും സാറ് ഈ സമൂഹത്തിലുണ്ടാകും, സാർ ഈ കേരളത്തിലുണ്ടാവും, മലയാളികളുടെ മനസ്സിൽ എപ്പോഴും. ONV സാറിനെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയിൽ പ്രത്യേകിച്ചൊരു ക്ഷണമോ ഒന്നിൻ്റെയും ആവശ്യമില്ല. മാത്രവുമല്ല, സാറിനെ അനുസ്മരിക്കാൻ ഞങ്ങളെപ്പോലെ പലർക്കും ഒരു പരിപാടി തന്നെ ആവശ്യമില്ല. സാറിനെ അനുസ്മരിക്കാതെ ഒരു ദിനവും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ നഗരത്തിലും ഈ സംസ്ഥാനത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളോ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ സാറിൻ്റെ തന്നെ വരികൾ പോലെ നമ്മൾ ആശിച്ചു പോകും, വരികൾ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആശിച്ചു പോയി എന്ന് പറയുന്നത് പോലെ, ഇല്ല കൊതിച്ചു പോയി എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ഓരോ സാംസ്കാരിക പ്രതിസന്ധിയിലും സാറിൻ്റെ ശബ്ദം എവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ മോഹിച്ചു പോകുന്ന തരത്തിൽ സാറ് കേരളത്തിൻ്റെ സാംസ്കാരിക മനസ്സിലൊരു സാന്നിധ്യമാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഞാൻ വിദ്യാർത്ഥി ആയില്ല, പക്ഷെ ആകാൻ ഉള്ള പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ വിയോഗത്തിന് ശേഷം അനുഭവപ്പെടുന്നത് ഒരു വലിയ ശൂന്യതയും അനാഥത്വവുമാണ്. അത് പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. സാറ് അവിടെ ഇന്ത്യവരത്തിലുണ്ട്, എല്ലാത്തിനും നമ്മൾ സാറിൻ്റെ അടുത്ത് ഓടിയൊന്നും എത്താറില്ല, പക്ഷെ സാർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം, എന്തെന്നില്ലാത്ത ഒരു ധൈര്യം നമുക്ക് തന്നിരുന്നു എന്ന് ഇന്ന് ആ ധൈര്യത്തിന്റെ സ്രോതസ് അവിടെ അഭാവപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അഭാവത്തിൽ തന്റെ അസാന്നിധ്യത്തിൽ തന്റെ സാന്നിധ്യത്തിന്റെ സാന്ദ്രത അറിയിച്ചുകൊണ്ട് സാറ് അനശ്വരതയിൽ വിലയം പ്രാപിക്കുന്നതിൻ്റെ ആ ഒരു ഘട്ടമാണല്ലോ ഇത്. നമ്മുടെ ഈ തലമുറ പോയി കഴിയുമ്പോൾ സാറിനെ കണ്ടിട്ടില്ലാത്തവർ മാത്രമാകുന്ന ഒരു തലമുറ വരുമ്പോഴും സാറ് ഈ സമൂഹത്തിലുണ്ടാവും, സാർ ഈ കേരളത്തിലുണ്ടാവും, മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് ഒരു ജീവിതം കൊണ്ട്, കവിതയ്ക്ക് വേണ്ടി കവിത കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിച്ച് ജീവിതത്തെ മനസ്സിലാക്കി തരാൻ കവിത എന്ന് പറയുന്ന ഏക ഉപകരണവുമായി, ആയുധവുമായി, പന്തവുമായി നടന്ന ഒരു കവി എന്നുള്ള നിലയ്ക്കാണ് സാറിന് ഞാൻ ഇപ്പോ വിലയിരുത്തുന്നത്. ഒരുപാട് തരത്തിൽ നമുക്ക് വിലയിരുത്താം, പക്ഷെ ആത്യന്തികമായി കവിതയാണ് സാർ. ചില പേരൊക്കെ എഴുതിയിട്ടുണ്ടില്ലെന്നല്ല, പക്ഷെ ആത്യന്തികമായി കവിയാണ്. കവിതയിലൂടെ സത്യാന്വേഷണം നടത്താം, കവിതയിലൂടെ ജീവിതത്തെ അറിയാം, കവിതയിലൂടെ ജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് കടക്കാം, കവിതയിലാണ് ഉത്തരം, കവിതയാണ് സത്യം എന്ന് വിചാരിച്ച് ബോധ്യപ്പെട്ട ഒരാളായിരുന്നു, ഒരു കവിയായിരുന്നു സാറ്. ടാഗോറിനെ പറ്റി ഒരു പുസ്തകം എഴുതിയല്ലോ, അതിനകത്ത് ടാഗോർ സ്ഥിരമായി പറയുന്ന ഒരു ബംഗാളി വാക്യമാണ്, സാറിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണമല്ലോ ആ വാക്യം എടുത്തിട്ട് ടാഗോറിനെ കുറിച്ചുള്ള പുസ്തകത്തിന് അദ്ദേഹം കൊടുത്തത്. അമി കവി. ടാഗോർ പറയുന്നതാണ്, ഞാൻ കവി. ടാഗോർ മറ്റു പലതുമാണ്. ടാഗോർ വിദ്യാഭ്യാസ വിചക്ഷണനാണ്, പലതുമാണല്ലോ. അദ്ദേഹം എന്തെല്ലാമല്ല, എന്തായിരുന്നില്ല. അദ്ദേഹം പാട്ടുകാരനാണ്, ഗായകനാണ്, ചിത്രകാരനാണ്, ഒരുപാട് കാര്യങ്ങൾ. ഡ്രാമാറ്റിസ്റ്റാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, സാമൂഹ്യ പ്രവർത്തകൻ, വിദ്യാഭ്യാസം, അതൊക്കെയാണ്. പക്ഷേ അമി കവി, അതാണ് പ്രൈമറി ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ കവിയായതുകൊണ്ടാണ് മറ്റു പലതുമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ONV സാറിനെ സംബന്ധിച്ചിടത്തോളം അമി കവി എന്നുള്ളതാണ് സാറിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി കാർഡ്. ഞാൻ കവിയാണ്. കവി എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ, ഈ കാലഘട്ടത്തിന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ ജീവിതത്തോട്, കാലഘട്ടത്തോട് എല്ലാം കവി എന്നുള്ള നിലയ്ക്ക് നിതാന്തമായി പ്രതിസ്പന്ദനം നടത്തിക്കൊണ്ട് തൻ്റെ ജീവിതം സാർത്ഥകമാക്കിയ ഒരു മഹിതമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു ONV സാർ എന്ന് ഓരോ വർഷം കഴിയുന്നതോടെ നമ്മൾ സാറിനെ പുതിയതായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നെനിക്ക് തോന്നുന്നത് അമി കവി എന്ന് പറഞ്ഞ് ജീവിച്ച ഞാൻ കവി, ആ കവിത്വം എന്ന് പറയുന്ന സത്യത്തിലൂടെ ജീവിതത്തെ വ്യാഖ്യാനിച്ച കവി എന്നുള്ള നിലയ്ക്ക് ONV സാറിന്റെ സ്ഥാനം ഇന്ന് മറ്റൊരു തരത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. വിമൻസ് കോളേജിൽ വെച്ചിട്ടാണല്ലോ സാറിന് ജ്ഞാനപീഠം കൊടുത്തത്. ആ ജ്ഞാനപീഠം കൊടുക്കുന്ന ആ പ്രസംഗത്തിൽ, ജ്ഞാനപീഠം സ്വീകരിക്കുന്ന പ്രസംഗത്തിൽ സാറ് പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ എനിക്ക് വലിയ സ്നേഹവും ആദരവും എല്ലാം തരുമ്പോൾ ഞാൻ എന്താണ് മടക്കി തരേണ്ടത്? ഒരു കവിയായി ജീവിച്ചു കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്.
അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഫിലോസഫി ഉണ്ട്. ഐ എം എ പോയറ്റ്, ഐ ആം പോയറ്റ്. ഞാൻ കവി മാത്രമാണ്, ഞാൻ കവിയാണ് എന്നുള്ളതിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. അതുകൊണ്ട് കവിയായി ജീവിച്ചു കൊള്ളാം എന്ന് മാത്രമേ ജ്ഞാനപീഠം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുവാചകരോട് പറയാനുള്ളൂ എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പറഞ്ഞ ചിലപ്പോൾ കഴിഞ്ഞ വർഷം വേറെ ആയിരിക്കും ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പറയുന്നത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്നേഹിച്ചു തീരാത്തവർ എന്ന സാറിൻ്റെ ഒരു കൊച്ചു കാവ്യമുണ്ട്. അതാണ് ONV കുറുപ്പ് എന്ന് പറയുന്ന കവിയുടെ ജീവിത മാനിഫെസ്റ്റോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ONV സാറിനെ ഇഷ്ടപ്പെടുന്നവർ തിരിച്ചുപോയി സ്നേഹിച്ചു തീരാത്തവർ എന്നുള്ള കൃതി വായിച്ച് സ്നേഹിച്ചു തീരാത്തവരായി ഈ കവിയോട് നമുക്ക് സൗഹൃദവും നമ്മുടെ ബന്ധവും സ്നേഹവും അരക്കിട്ടുറപ്പിക്കാം, അല്ലെങ്കിൽ ആവർത്തിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സാറ് ജീവിതത്തെ സ്നേഹിച്ചു തീരാതെയാണ് പോയത്, നമ്മളും സാറിനെ സ്നേഹിച്ചു തീരുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമി കവി എന്ന് പറഞ്ഞ് ഞാൻ കവിയാണ് എന്ന് പറഞ്ഞ് ജീവിച്ച ആ മഹാകവിക്ക് എൻ്റെ വ്യക്തിപരമായും കേരളത്തിലെ കവികളുടെ പേരിലും ഒക്കെ തന്നെ ഉള്ള ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.